സായ് കൃഷ്ണൻ എന്ന സീക്രട്ട് ഏജന്റ് പുറത്തിറങ്ങിയ ശേഷം പല ഇന്റർവ്യൂവും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നും ബിഗ് ബോസ് കാണുന്നവർക്ക് ചില പുതിയ കാര്യങ്ങൾ പഠിക്കാം. പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് പറയാൻ അനുവാദമില്ല എന്ന കാര്യത്തിൽ സായിക്ക് ഒരു തവണ പറയാം, വാണിംഗ് കിട്ടുമെന്നേ ഉള്ളൂ എന്ന അഭിപ്രായക്കാരാണ്. ബിഗ് ബോസ് ഷോയിൽ സെലക്ഷൻ കിട്ടുന്നവരെല്ലാം ഗെയിം കളിക്കാനാണ് പോകുന്നത് എന്നാണ് പറയാറ്. സായ് മാത്രം ഒരു ക്ലെൻസിങ്ങിനായി പോയതാണ്. എവിക്ഷനായുള്ള നോമിനേഷൻ, ജയിൽ നോമിനേഷൻ, മണി ബോ ടാസ്ക് തുടങ്ങിയവ ഗ്രൂപ്പായി ആലോചിച്ച് ചെയ്യാം എന്ന് സായ് പ്രൂവ് ചെയ്തു. ബിഗ് ബോസ് പറയുന്നത് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നോമിനേറ്റ് ചെയ്യണമെന്നാണ്. സാധാരണ ഗ്രാൻഡ് ഫിനാലെ എടുക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ വിന്നർ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രേക്ഷകരായ സാധാരണക്കാർ പറയാറുണ്ട്. സോഷ്യൽ മീഡിയയിലും വിന്നർ ആവാൻ സാധ്യതയുള്ളവരുടെ പേര് കാണാറുണ്ട്. ജിൻഡോ ആണ് ചിലപ്പോൾ വിന്നർ ആവാൻ സാധ്യതയുള്ള വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ സായി പറയുന്നു സായി കണ്ടിട്ടില്ല എന്നും സായിയുടെ സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ ജാസ്മിൻ, അർജുൻ എന്നിവരുടെ പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും. സായി ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് ജിൻഡോയെയും നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. അതിൽ പലതും സായിക്ക് ശരിയെന്ന് തോന്നിയാലും കോമൺ പബ്ലിക്കിന് യുക്തിയായി തോന്നിയിട്ടില്ല. ജിൻഡോ ഓരോ ആഴ്ചയിലും തന്റെ നില മെച്ചപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർക്കറിയാം. ചെറിയ തെറ്റുകുറ്റങ്ങൾ വന്നാൽ തന്നെ അത് കറക്റ്റ് ചെയ്തു പോകുന്നതും കാണാം. പ്രേക്ഷകർക്ക് മത്സരാർത്ഥികൾക്കിടയിലുള്ള പൊളിറ്റിക്സിനോടും യാതൊരു താല്പര്യമില്ല. ഇത്ര മിസ്റ്റേക്സ് കാണിച്ചാലും ചില മത്സരാർത്ഥികളെ കണ്ടന്റ് മേക്കേഴ്സ് ആക്കി ചിത്രീകരിക്കുന്ന പ്രവണത ഉണ്ട്. ഇപ്പോൾ അവർ മറ്റ് മത്സരാർത്ഥികളുടെ നല്ല വശങ്ങളും ടാസ്കുകളിൽ കാണിക്കുന്ന പാഠവും കാണാതെ പോകും. ഓരോ പ്രേക്ഷകനും ഇൻഡിപെൻഡന്റ് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള വിമർശനവും അതിനുള്ള റൈറ്റ്സും അതോടൊപ്പമുണ്ട്. ജിൻഡോ എന്ന മത്സരാർത്ഥിയെ പറ്റി മുമ്പ് കേട്ടിട്ട് പോലുമില്ല. എങ്കിലും ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ മുതൽ ആ വ്യക്തിയുടെ നിഷ്കളങ്കതയും ടാസ്കുകളിലുള്ള എനർജിയും കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ തന്നെയാണ് ജിൻഡോ വിന്നറായി കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജിൻഡോയുടെ ഇല്ലാത്ത നെഗറ്റീവ്സ് പോലും പറഞ്ഞ് ആ വ്യക്തിയെ വിമർശിക്കുന്ന മുൻ മത്സരാർത്ഥികൾ പുറത്തു പോയത് ജിൻഡോയുടെ അവിടുത്തെ പ്രസൻസ് കൊണ്ടല്ല, മറിച്ച് പുറത്തു പോയവരെ ജനം അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. പുറത്തു വന്ന ശേഷം അവർ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ചെയ്തത് എന്ന് പോലും നോക്കാതെ ജിൻഡോയെ വിമർശിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്ത ശേഷം വേണം അവർ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണാൻ എന്ന് മാത്രമേ പറയുവാനുള്ളൂ.